ഹായ്, മൈസെൽഫ് ജിനു വർഗീസ് ഫ്രം SY സിവിൽ ട്രിനിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഈ വീഡിയോയിൽ MCN 301 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ മൊഡ്യൂൾ 2 ലെക്ചർ 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡെഫിനിഷൻ ഓഫ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്. ദുരന്ത തയ്യാറെടുപ്പ് അഥവാ ദുരന്ത നിവാരണത്തിലുള്ള തയ്യാറെടുപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നോക്കാം. Knowledge and capacities developed by governments, professional response and recovery organizations, communities and individuals to effectively anticipate, respond to and recover. ഗവൺമെൻറ്റുകൾ, പ്രഗത്ഭരുടെ പ്രതികരണങ്ങൾ, വീണ്ടെടുക്കൽ സംഘടനകൾ, സമൂഹം, വ്യക്തികൾ എന്നിവ ഫലപ്രദമായി പ്രതീക്ഷിക്കുന്നതിനും പ്രതികരിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനും വികസിപ്പിച്ച അറിവും കഴിവുകളും. From the impact of likely, imminent or current hazard, event or conditions. സാധ്യതയുള്ള, ആസന്നമായ അല്ലെങ്കിൽ നിലവിലുള്ള അപകട സംഭവങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട അറിവുകളാണ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്. കമ്പോണൻസ് ഓഫ് എ കോംപ്രിഹെൻസീവ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് സ്ട്രാറ്റജി. ഒരു സമഗ്ര ദുരന്ത തയ്യാറെടുപ്പ് തന്ത്രത്തിൻ്റെ ഘടകങ്ങൾ. ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്: ഹസാർഡ്, റിസ്ക് ആൻഡ് വൾനറബിലിറ്റി അസസ്മെൻറ്റ്, അപകട സാധ്യത, ദുർബലത എന്നിവയുടെ വിലയിരുത്തൽ. റെസ്പോൺസ് മെക്കാനിസം ആൻഡ് സ്ട്രാറ്റജീസ്, പ്രതികരണ സംവിധാനങ്ങളും തന്ത്രങ്ങളും. പ്രിപ്പയർഡ്നെസ് പ്ലാൻസ്, തയ്യാറെടുപ്പ് പദ്ധതികൾ. കോർഡിനേഷൻ, ഏകോപനം. ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ്, എയർലി വാർണിംഗ് സിസ്റ്റംസ്, നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ. റിസോഴ്സ് മൊബിലൈസേഷൻ, വിഭവ സമാഹരണം. പബ്ലിക് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിഹേഴ്സൽസ്, പൊതുവിദ്യാഭ്യാസം, പരിശീലനം, റിഹേഴ്സലുകൾ. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്, സമൂഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ദുരന്ത തയ്യാറെടുപ്പ്. ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്. ഒന്നാമത്തത് ടാർഗറ്റ് ഓറിയൻറ്റഡ് പ്രിപ്പയർഡ്നെസ്, ലക്ഷ്യാധിഷ്ഠിത തയ്യാറെടുപ്പ്. മേ ബി ടാർഗറ്റ് സ്പെസിഫിക്, ലക്ഷ്യം നിർദ്ദിഷ്ടമായിരിക്കാം. For instance, we may require different types of planning for the vulnerable groups of women, children, elderly and disabled. ഉദാഹരണത്തിന്, സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ, വികലാംഗർ എന്നിവരുടെ ദുർബല വിഭാഗങ്ങൾക്കായി നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ആസൂത്രണം ആവശ്യമായി വന്നേക്കാം. അടുത്തതായി ടാസ്ക് ഓറിയൻറ്റഡ് പ്രിപ്പയർഡ്നെസ്, ചുമതലകൾക്ക് അധിഷ്ഠിതമായ തയ്യാറെടുപ്പ്. സ്പെസിഫിക് ഗ്രൂപ്പ്സ് ജോയിൻലി ഡെവലപ്പ് ആക്ടിവിറ്റീസ് ബേസ്ഡ് ഓൺ വൺ ഓഫ് ദ കമ്മ്യൂണിറ്റീസ് പ്ലാൻസ്. സമൂഹത്തിൻ്റെ ഒരു പദ്ധതിയെ അടിസ്ഥാനമാക്കി പ്രത്യേക ഗ്രൂപ്പുകൾ സംയുക്തമായി പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നു. ടു ഇവാലുവേറ്റ് ദ കമ്മ്യൂണിറ്റീസ് കേപ്പബിലിറ്റി ടു ആക്ടിവേറ്റ് ദ പ്രിപ്പയർഡ്നെസ് പ്ലാൻ ഇൻ എ റിയൽ എമർജൻസി. ഒരു യഥാർത്ഥ അടിയന്തര സാഹചര്യത്തിൽ തയ്യാറെടുപ്പ് ഒരു പദ്ധതി സജീവമാക്കുവാനുള്ള സമൂഹത്തിൻ്റെ കഴിവ് വിലയിരുത്തുന്നു. ടാസ്ക് എനേബിൾ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്ലാൻ റിവിഷൻസ്, എംപ്ലോയി ട്രെയിനിങ് ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ടു സപ്ലൈ റെഡിനെസ്. ചുമതലകൾ, പദ്ധതിയുടെ പുനരവലോകനങ്ങൾ, ജീവനക്കാരുടെ പരിശീലനം, സന്നദ്ധതയെ പിന്തുണയ്ക്കുന്നതിനുള്ള ഭൗതിക വിഭവങ്ങൾ എന്നിവയുടെ വികസനം സാധ്യമാക്കുന്നു. ഡിസാസ്റ്റർ ഓറിയൻറ്റഡ് പ്രിപ്പയർഡ്നെസ്, ദുരന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള തയ്യാറെടുപ്പ്. അഡ്രസ്സസ് ദ ലൈവ്ലിഹുഡ് ഓഫ് ഒക്കറൻസ് ഓഫ് എ സ്പെസിഫിക് ഡിസാസ്റ്റർ, ഒരു പ്രത്യേക ദുരന്തം ഉണ്ടാകുവാനുള്ള സാധ്യതയെപ്പറ്റി പറയുന്നു. എംഫസിസ് ഈസ് പ്ലേസ്ഡ് ഓൺ സ്ട്രക്ചറൽ ആൻഡ് നോൺ സ്ട്രക്ചറൽ മെക്കാനിസം, ഘടനാപരമായതും അല്ലാത്തതുമായ സംവിധാനങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്, ദുരന്ത നിവാരണത്തിൽ ഉൾപ്പെട്ട പ്രവർത്തനങ്ങൾ. ഒന്നാമത്തത് കണ്ടിജൻസി പ്ലാനിംഗ്, ആകസ്മിക ആസൂത്രണം. രണ്ടാമത്തത് സ്റ്റോക്ക് ബിൽഡിംഗ് ഓഫ് എക്യുപ്മെൻറ്റ് ആൻഡ് സപ്ലൈസ്, ഉപകരണങ്ങളും സാധനങ്ങളും സംഭരിക്കുക. മൂന്നാമത്തത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫോർ കോർഡിനേഷൻ, ഏകോപനത്തിനുള്ള ക്രമീകരണങ്ങളുടെ വികസനം. നാലാമത്തെ ഇവാക്യുവേഷൻ, കുടിയൊഴിപ്പിക്കൽ. അഞ്ചാമത്തത് പബ്ലിക് ഇൻഫോർമേഷൻ അസോസിയേറ്റഡ് ട്രെയിനിങ് ആൻഡ് ഫീൽഡ് എക്സർസൈസസ്, പൊതുവിവരങ്ങളുമായി ബന്ധപ്പെട്ട പരിശീലനവും മറ്റ് പരിശീലനങ്ങളും. അടുത്തത് ഡിസാസ്റ്റർ റെസ്പോൺസസ്. Disaster responses are the set of activities taken during a disaster or immediately following a disaster directed towards saving life and protecting property. ദുരന്ത സമയത്ത് അല്ലെങ്കിൽ ദുരന്തമുണ്ടായുടൻ ജീവൻ രക്ഷിക്കാനും സ്വത്ത് സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഡിസാസ്റ്റർ റെസ്പോൺസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ദ നേച്ചർ ഓഫ് ഡിസാസ്റ്റർ റെസ്പോൺസ്. ഡിസാസ്റ്റർ റെസ്പോൺസിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. ഒന്ന്, ദ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ. രണ്ട്, ദ എബിലിറ്റി ടു ടേക്ക് പ്രീ ഇമ്പാക്റ്റ് ആക്ഷൻസ്, ആഘാതത്തിന് മുമ്പുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള കഴിവ്.
മൂന്നാമത്തത് സിവിയറിറ്റി ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസാസ്റ്റർ, ദുരന്തത്തിൻ്റെ തീവ്രതയും വ്യാപ്തിയും. നാലാമത്തത് കേപ്പബിലിറ്റി ഓഫ് സസ്റ്റെയിൻഡ് ഓപ്പറേഷൻസ്, സുസ്ഥിരമായ പ്രവർത്തനങ്ങളുടെ കഴിവ്. അഞ്ചാമത്തത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ലൈക്ലി റെസ്പോൺസ് റിക്വയർമെൻറ്റ്സ്, സാധ്യതയുള്ള പ്രതികരണ ആവശ്യകതകളുടെ തിരിച്ചറിയൽ. അടുത്തതായി ആക്ഷൻ ഇൻവോൾവ് ഇൻ ഡിസാസ്റ്റർ റെസ്പോൺസ്, ഡിസാസ്റ്റർ റെസ്പോൺസിൽ ഉൾപ്പെട്ട പ്രവർത്തനങ്ങൾ. ഒന്നാമത്തത് സെർച്ച് ആൻഡ് റെസ്ക്യൂ, രണ്ടാമത്തത് ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി മെഡിക്കൽ കെയർ, അടുത്തത് ഇവാക്യുവേഷൻ സെൻറ്റർ മാനേജ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ SOPs, ഇമീഡിയറ്റ് റിപ്പയർ ഓഫ് കമ്മ്യൂണിറ്റി ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ്, റിലീഫ് ഡെലിവറി, കോർഡിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് ആൻഡ് സ്ട്രെസ് ഡീബ്രീഫിംഗ്, മെഡിക്കൽ സർവീസസ്. ഇനി ദുരന്ത നിവാരണത്തിൽ ഉൾപ്പെട്ട പ്രവർത്തനങ്ങളെ പറ്റി നോക്കാം. ആദ്യത്തേത് സെർച്ച് ആൻഡ് റെസ്ക്യൂ, തിരയലും രക്ഷാപ്രവർത്തനവും. ബേസിക് കീ സ്റ്റെപ്സ് ഓഫ് സെർച്ച് ആൻഡ് റെസ്ക്യൂ. ഒന്നാമത്തേത് സൈസ് അപ്പ്, ഇൻവോൾവ്സ് അസസിങ് ദ സിറ്റുവേഷൻ ആൻഡ് ഡിറ്റർമൈനിങ് വാട്ട് വൺ ഈസ് ഗോയിങ് ടു ഡു ആൻഡ് ഇഫ് യെസ് ദെൻ ഹൗ. സാഹചര്യം വിലയിരുത്തുന്നതും ഒരാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും നിർണ്ണയിക്കുന്നു. ദ ഡിസിഷൻ വെദർ ടു അറ്റംപ്റ്റ് എ റെസ്ക്യൂ ഷുഡ് ബി ബേസ്ഡ് ഓൺ, രക്ഷാപ്രവർത്തനം നടത്തണമോ എന്ന തീരുമാനം ഇനി പറയുന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും. എ, ദ റിസ്ക് ഇൻവോൾവ്ഡ്, ഉൾപ്പെട്ടിരിക്കുന്ന അപകട സാധ്യത. ബി, അച്ചീവ്മെൻറ്റ് ഓഫ് ദ ഓവറാൾ ഗോൾ ഓഫ് ഡൂയിങ് ദ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ, ഒരു വലിയ കൂട്ടം ആളുകൾക്ക് വലിയ നന്മ ചെയ്യുക എന്ന ലക്ഷ്യം. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പാണ് സെർച്ച്, അതായത് തിരയൽ. ഇൻവോൾവ്സ് ലൊക്കേറ്റിംഗ് വിക്ടിംസ് ആൻഡ് ഡോക്യുമെൻറ്റിംഗ് ദെയർ ലൊക്കേഷൻ, അപകടത്തിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്തുന്നതും അവരുടെ സ്ഥാനം രേഖപ്പെടുത്തുന്നതും ഉൾപ്പെടുന്നു. മൂന്നാമത്തത് റെസ്ക്യൂ, രക്ഷാപ്രവർത്തനം. ഇൻവോൾവ്സ് ദ പ്രൊസീജിയേഴ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് എക്സ്ട്രിക്കേറ്റിംഗ് ആൻഡ് മൂവിംഗ് വിക്ടിംസ് ടു സേഫ്റ്റി, അപകടത്തിൽപ്പെട്ടവരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് നീക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും രീതികളും. അടുത്ത രണ്ടാമത്തത് ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി മെഡിക്കൽ കെയർ, പ്രഥമ ശുശ്രൂഷയും അടിയന്തര വൈദ്യപരിചരണവും. ഫസ്റ്റ് എയ്ഡ് ഈസ് ദ പ്രൊവിഷൻ ഓഫ് ഇനിഷ്യൽ കെയർ ഫോർ ആൻ ഇൽനസ് ഓർ ഇഞ്ചുറി, ഒരു രോഗത്തിനോ പരിക്കിനോ പ്രാഥമിക പരിചരണം നൽകുന്നതാണ് പ്രഥമ ശുശ്രൂഷ. എമർജൻസി മെഡിക്കൽ കെയർ ഈസ് ഇമ്മീഡിയറ്റ് പാരാമെഡിക് അറ്റൻഷൻ ടു സിവിയർ വൂണ്ട്സ് ആൻഡ് ദ റാപ്പിഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഇൽ ഓർ ഇഞ്ചുവേർഡ് ടു എ ഹെൽത്ത് ഫെസിലിറ്റി, തീവ്രമായ മുറിവുകൾക്ക് അടിയന്തര വൈദ്യസഹായം നൽകുകയും രോഗിയെയോ പരിക്കേറ്റവരെയോ ഒരു ആരോഗ്യ കേന്ദ്രത്തിലേക്ക് അതിവേഗം കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇവാക്യുവേഷൻ, ഒഴിപ്പിക്കൽ. ഇവാക്യുവേഷൻ കുഡ് ബി പ്രിക്കോഷണറി ഇവാക്യുവേഷൻ ബിഫോർ ഡിസാസ്റ്റർ, ദുരന്തത്തിന് മുൻപ് മുൻകരുതലായി ഒഴിപ്പിക്കുന്നു. പ്രൊട്ടക്റ്റീവ് ഇവാക്യുവേഷൻ ആഫ്റ്റർ ഡിസാസ്റ്റർ, ദുരന്തത്തിന് ശേഷമുള്ള സംരക്ഷണ ഒഴിപ്പിക്കൽ. ഇവാക്യുവേഷൻ ഫോർ റീകൺസ്ട്രക്ഷൻ പർപ്പസസ്, പുനർനിർമ്മാണ ആവശ്യങ്ങൾക്കായുള്ള ഒഴിപ്പിക്കലുകൾ. അടുത്ത നാലാമത്തത് സർവീസസ് പ്രൊവൈഡഡ് ഡ്യൂറിങ് ഇവാക്യുവേഷൻസ് ഇൻക്ലൂഡ്, ഒഴിപ്പിക്കൽ സമയത്ത് നൽകുന്ന സേവനങ്ങൾ ഇവയാണ്. ഒന്നാമത്തെ രജിസ്ട്രേഷൻ, അടുത്ത അസിസ്റ്റൻസ് വിത്ത് ഫിനാൻഷ്യൽ ആൻഡ് ലീഗൽ ക്വറീസ്, വാട്ടർ, ഫുഡ്, ക്ലോത്തിങ്, റെസ്റ്റ് ഏരിയാസ്, ബ്ലാങ്കറ്റ്സ് ആൻഡ് പേഴ്സണൽ ഐറ്റംസ്, ഇൻ്റർപ്രറ്റർ സർവീസസ്, അസിസ്റ്റൻസ് ഇൻ കോൺടാക്റ്റിംഗ് ഫാമിലി ഓർ ഫ്രണ്ട്സ്, സർവീസസ് ഫോർ ആനിമൽസ്, എമർജൻസി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഫസ്റ്റ് എയ്ഡ്, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ. അടുത്തത് അഞ്ചാമത്തത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് SOPs, സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ഓപ്പറേഷണലൈസ് ദ ഡിസാസ്റ്റർ റെസ്പോൺസ് ആൻഡ് കണ്ടിജൻസി ഓർ പ്ലാൻസ്, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, മറ്റ് പദ്ധതികൾ എന്നിവ പ്രവർത്തനക്ഷമമാക്കുന്ന നടപടിക്രമങ്ങളുടെ ഒരു കൂട്ടമാണ് SOP എന്ന് പറയുന്നത്. Specify the way in which individuals or units will carry out their functions under the plans, such as mobilization of a response team, deployment of assessment team, process assessment, etc. പ്ലാനിന് കീഴിൽ വ്യക്തികളോ യൂണിറ്റുകളോ അവരുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന രീതി വ്യക്തമാക്കുക. ഉദാഹരണത്തിന് രക്ഷാപ്രവർത്തകരുടെ വിന്യാസവും അവരുടെ പ്രവർത്തനങ്ങൾ മുതലായവ. SOPs take recognize of 4 stages of preparation and procedures. SOPകൾ 4 ഘട്ടങ്ങളുണ്ട്. ഡ്യൂറിങ് നോർമൽ ടൈംസ്, സാധാരണ സമയങ്ങളിൽ. അലേർട്ട് ഓർ വാണിംഗ്, മുന്നറിയിപ്പ് നൽകുന്ന ഘട്ടത്തിൽ.
ഡ്യൂറിങ് ഡിസാസ്റ്റർ, ദുരന്ത സമയത്ത്. റീഹാബിലിറ്റേഷൻ, പുനരധിവാസ ഘട്ടങ്ങൾ. ഇനി ഓരോ ഘട്ടങ്ങളിലെയും SOPകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തത് നോർമൽ ടൈംസ്, സാധാരണ സമയങ്ങൾ. ഫോർമുലേറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് പ്ലാൻസ് ആൻഡ് കണ്ടക്ട് ഡ്രിൽസ് ഇൻ ഓൾ ഏരിയാസ്. ദുരന്ത നിവാരണ പദ്ധതികൾ രൂപപ്പെടുത്തുകയും വിതരണം ചെയ്യുകയും ചെയ്യുക. എല്ലാ മേഖലകളിലും ഡ്രില്ലുകൾ നടത്തുക. Produce maps of wards or village tracts showing areas most vulnerable to storms, flood and other natural disasters. കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും സാധ്യതയുള്ള പ്രദേശങ്ങൾ കാണിക്കുന്ന വാർഡുകളുടെ ഭൂപടങ്ങൾ തയ്യാറാക്കുക. Make a list of vehicles and motor boats that can be used for emergency work. അടിയന്തര ജോലികൾക്കായി ഉപയോഗിക്കാവുന്ന വാഹനങ്ങളുടെയും മോട്ടോർ ബോട്ടുകളുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. Compile a list of departments, non-government organizations and members of people's strength that will take part in relief operations in the pre-disaster, disaster and post-disaster period and designate representative for contact. ഡിപ്പാർട്ട്മെൻറ്റുകൾ, NGOകൾ, ജനങ്ങൾക്കിടയിൽ നിന്നുള്ള അംഗങ്ങൾ എന്നിവരുടെ ഒരു ലിസ്റ്റ് സമാഹരിക്കുക. അത് ദുരന്തത്തിന് മുമ്പുള്ള സമയത്തും ദുരന്തത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ബന്ധപ്പെടാൻ പ്രതിനിധികളെ നിയോഗിക്കുകയും ചെയ്യുക. Obtain beforehand the required relief and aid supplies. ആവശ്യമായ ദുരിതാശ്വാസവും സഹായ വിതരണവും മുൻകൂട്ടി നേടുക. Form the necessary disaster preparedness committee and organization. ആവശ്യമായ ദുരന്ത നിവാരണ സമിതികളും സംഘടനകളും രൂപീകരിക്കുക. Create shelters and a safe location for use during disaster depending on local condition. ദുരന്ത സമയത്ത് ഉപയോഗിക്കുന്നതിന് സുരക്ഷിത സ്ഥാനങ്ങളും അഭയസ്ഥാനങ്ങളും സൃഷ്ടിക്കുക. Conduct educational talks on natural disaster and rehearse periodically for the local community ഡിപ്പെൻഡിങ് ഓൺ ലോക്കൽ കണ്ടീഷൻസ്. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസപരമായ ചർച്ചകൾ നടത്തുകയും പ്രാദേശിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ജനങ്ങൾക്ക് ആയി ഇടയ്ക്കിടെ റിഹേഴ്സൽ നടത്തുകയും ചെയ്യുക. കോർഡിനേറ്റ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് കൺസേൺഡ് ടു ഫോം സെക്യൂരിറ്റി സർവീസസ്, ഓക്സിലറി ഫയർ ബ്രിഗേഡ്സ്, കമ്മ്യൂണിക്കേഷൻ ഏജൻസീസ് ആൻഡ് റെഡ് ക്രോസ് സൊസൈറ്റീസ്. സുരക്ഷാ സേവനങ്ങൾ, സഹായ അഗ്നിശമന സേനകൾ, ആശയവിനിമയ ഏജൻസികൾ, റെഡ് ക്രോസ് സൊസൈറ്റികൾ എന്നിവ രൂപീകരിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഏകോപിപ്പിക്കുക. പ്രൊവൈഡ് ഓർഗനൈസിംഗ് ആൻഡ് ട്രെയിനിങ് ആക്ടിവിറ്റീസ്. പരിശീലന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. അടുത്തത് അലേർട്ട് ഓർ വാർണിംഗ് സ്റ്റേജ്, മുന്നറിയിപ്പ് ഘട്ടം. എംഫസൈസ് ദ ഡിസമിനേഷൻ ഓഫ് ന്യൂസ് ഒബ്റ്റെയിൻഡ് ത്രൂ ഇയർലി വാർണിംഗ് സിസ്റ്റംസ് ടു ദ കമ്മ്യൂണിറ്റി. മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങളിലൂടെ ലഭിക്കുന്ന വാർത്തകൾ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് ഊന്നൽ നൽകുക. Assign duties to administrative bodies and NGOs to fly warning flags as part of the disaster preparedness program in the vulnerable areas of the ward or village tract. വാർഡ് അല്ലെങ്കിൽ വില്ലേജ് പരിധിയിലെ ദുർബല പ്രദേശങ്ങളിൽ ദുരന്ത നിവാരണ പരിപാടിയുടെ ഭാഗമായി മുന്നറിയിപ്പ് പതാകകൾ പറത്തുവാനുള്ള ചുമതലകൾ NGOകൾ അല്ലെങ്കിൽ മറ്റ് ഭരണപരമായ സ്ഥാപനങ്ങൾക്ക് നൽകുക. Alert and mobilize members of the security services, auxiliary fire brigade, communication agencies, the Red Cross, youth, members of people's strength and NGOs. സുരക്ഷാ സേനകൾ, സഹായ അഗ്നിശമന സേന, ആശയവിനിമയ ഏജൻസികൾ, റെഡ് ക്രോസ്, യൂത്ത് എന്നിവയിലുള്ള അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും അണിനിരത്തുകയും ചെയ്യുക. Make the necessary arrangement to evacuate the public to safe location in a timely manner. പൊതുജനങ്ങളെ സമയബന്ധിതമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഒഴിപ്പിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുക. ഇൻക്രീസ് സെക്യൂരിറ്റി സെൻട്രീസ് ആസ് റിക്വയർഡ്. ആവശ്യാനുസരണം സുരക്ഷാ കാവൽക്കാരെ വർദ്ധിപ്പിക്കുക. എൻഷുർ ദാറ്റ് ആൾ ലെവൽസ് ഓഫ് സൂപ്പർവൈസേഴ്സ് ഹാവ് ഓൾ ടീംസ് റെഡി ഫോർ അസൈൻഡ് ഡ്യൂട്ടീസ്. എല്ലാ തലത്തിലുള്ള സൂപ്പർവൈസർമാരുടെയും ചുമതലകൾക്കായി എല്ലാ ടീമുകളും തയ്യാറാണെന്ന് ഉറപ്പാക്കുക. Keep the office operational 24 hours a day in the emergency period. അടിയന്തര കാലയളവിൽ ഓഫീസ് 24 മണിക്കൂറും പ്രവർത്തനക്ഷമമാക്കുക. ഡ്യൂറിങ് ഡിസാസ്റ്റർ സ്റ്റേജ്, ദുരന്തഘട്ടത്തിൽ ഉള്ള SOPകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അലേർട്ട് ദ കമ്മ്യൂണിറ്റി ഇൻ ഏരിയാസ് ദ നാച്ചുറൽ ഡിസാസ്റ്റർ ഈസ് ലൈക്ലി ടു സ്ട്രൈക്ക്. പ്രകൃതി ദുരന്തം ഉണ്ടാകുവാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ സമൂഹത്തെ അറിയിക്കുക.
Safeguard the road and water transport route. Keep relief and medical teams at the ready and arrange transport to affected areas at short notice. റോഡ്, ജലഗതാഗത റൂട്ടുകൾ സംരക്ഷിക്കുക. ദുരിതാശ്വാസ മെഡിക്കൽ സംഘങ്ങളെ സജ്ജരാക്കുക. ബാധിത പ്രദേശങ്ങളിലേക്ക് പെട്ടെന്ന് ഗതാഗതം ക്രമീകരിക്കുക. ഇവാക്യുവേറ്റ് ദ കമ്മ്യൂണിറ്റി ഫ്രം വൾണറബിൾ ഏരിയാസ് ടു സേഫ് ലൊക്കേഷൻ. അപകടസാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനസമൂഹത്തെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക. ഷെൽട്ടേഴ്സ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. കഴിയുന്നത്ര വേഗത്തിൽ അഭയകേന്ദ്രങ്ങൾ ക്രമീകരിക്കുക. ഓപ്പറേറ്റ് റിലീഫ് ക്യാമ്പ്സ് ആൻഡ് സൂപ്പർവൈസറി സെൻറ്റേഴ്സ് അറ്റ് ഡെസിഗ്നേറ്റഡ് ഷെൽട്ടേഴ്സ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. അഭയകേന്ദ്രങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ, സൂപ്പർവൈസർ സെൻ്ററുകൾ കഴിയുന്നത്ര വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കുക. എൻഷുർ ദാറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് പേഴ്സണൽ and NGOs in areas vulnerable to storms give disaster warnings door to door as a matter of urgency. കൊടുങ്കാറ്റിന് സാധ്യതയുള്ള പ്രദേശങ്ങളിലെ NGOകൾ, പ്രാദേശിക സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും വീടാന്തരം ദുരന്ത മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. കീപ് അവൈലബിൾ റിലീഫ് ആൻഡ് എയ്ഡ് സപ്ലൈസ് അറ്റ് ദ റെഡി ടു ലോഞ്ച് റിലീഫ് ഓപ്പറേഷൻ ക്വിക്ക്ലി ആൻഡ് എഫക്റ്റീവ്ലി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലും ഫലപ്രദമായും ആരംഭിക്കുന്നതിന് ലഭ്യമായ ദുരിതാശ്വാസ സഹായ വിതരണങ്ങൾ സജ്ജമാക്കി സൂക്ഷിക്കുക. ഇവാക്യുവേറ്റ് ദ പബ്ലിക് റിമൈനിങ് ഇൻ ദ ഏരിയ ടു ഡെസിഗ്നേറ്റഡ് സേഫ് ലൊക്കേഷൻ. പ്രദേശത്ത് അവശേഷിക്കുന്ന പൊതുജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക. മേക്ക് അറേഞ്ച്മെൻറ്റ് ടു ഇവാക്യുവേറ്റ് മൂവബിൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡിംഗ് ക്യാറ്റിൽ ടു ഡെസിഗ്നേറ്റഡ് ലൊക്കേഷൻസ്. കന്നുകാലികൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളെ ഒഴിപ്പിക്കാൻ ഉള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. അവയെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക. എൻഷുർ ദ വെൽ ഡിസിപ്ലിൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഓർഡേഴ്സ് റിസീവ്ഡ് ഫ്രം ദ കോർഡിനേറ്റിംഗ് ഏജൻസീസ് ആൻഡ് സബ് കമ്മിറ്റീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സർവീസ് സെക്യൂരിറ്റി സർവീസസ്, ഫയർ ബ്രിഗേഡ്, റെഡ് ക്രോസ് യൂത്ത് മെമ്പേഴ്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ പീപ്പിൾ സ്ട്രെങ്ത്, സോഷ്യൽ ഓർഗനൈസേഷൻസ് ആൻഡ് NGOs. സുരക്ഷാ സേവനങ്ങൾ, അഗ്നിശമന സേനാംഗങ്ങൾ, റെഡ് ക്രോസ്, യൂത്ത് അംഗങ്ങൾ, പീപ്പിൾ സ്ട്രെങ്ത് അംഗങ്ങൾ, സാമൂഹിക സംഘടനകൾ, NGOകൾ എന്നിവരുടെ സഹായത്തോടെ ഏകോപന ഏജൻസികളിൽ നിന്നും ഉപസമിതികളിൽ നിന്നും ലഭിക്കുന്ന ഉത്തരവുകൾ നന്നായി അച്ചടക്കത്തോടെ നടപ്പിലാക്കുന്നത് ഉറപ്പാക്കുക. അടുത്തത് റീഹാബിലിറ്റേഷൻ സ്റ്റേജ്, പുനരധിവാസ ഘട്ടം. ദ റീഹാബിലിറ്റേഷൻ സ്റ്റേജ് ഈസ് ദ പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. പുനരധിവാസ ഘട്ടമെന്ന് പറയുന്നത് ദുരന്തത്തിന് ശേഷമുള്ള ഘട്ടമാണ്. ദ SOPs ഫോർ ദ റീഹാബിലിറ്റേഷൻ സ്റ്റേജ് ആർ. പുനരധിവാസ ഘട്ടത്തിനുള്ള SOPകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. കണ്ടക്ട് ഫീൽഡ് ഇൻസ്പെക്ഷൻ ഇൻ അഫക്റ്റഡ് ഏരിയാസ് ആസ് സൂൺ ആസ് പോസിബിൾ ആൻഡ് പ്രൊവൈഡ് ദ നെസസറി അസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട്. ബാധിത പ്രദേശങ്ങളിൽ എത്രയും വേഗം ഫീൽഡ് പരിശോധന നടത്തുകയും ആവശ്യമായ സഹായവും പിന്തുണയും നൽകുകയും ചെയ്യുക. സബ്മിറ്റ് ഇമീഡിയറ്റ് പ്രിലിമിനറി റിപ്പോർട്ട് വിത്ത് പോപ്പുലേഷൻ ഫിഗേഴ്സ്, ഡെത്ത് ആൻഡ് ഇഞ്ചുറി ഫിഗേഴ്സ് ഓഫ് കാറ്റിൽ ആൻഡ് ആനിമൽസ്, data on socio-economic losses and carry out further systematic data collection. ജനസംഖ്യാ കണക്കുകൾ, കന്നുകാലികളുടെയും മൃഗങ്ങളുടെയും മരണം, പരിക്കുകൾ എന്നിവയുടെ കണക്കുകൾ, സാമൂഹിക സാമ്പത്തിക നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഡാറ്റ എന്നിവ സഹിതമുള്ള പ്രാഥമിക റിപ്പോർട്ടുകൾ ഉടൻ സമർപ്പിക്കുക. കൂടുതൽ ചിട്ടയായ വിവരശേഖരണം നടത്തുക. മേക്ക് അറേഞ്ച്മെൻറ്റ് ടു പ്രൊവൈഡ് ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ പ്രൊട്ടക്ഷൻ ടു ഡിസാസ്റ്റർ വിക്ടിംസ്. ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആരോഗ്യ സംരക്ഷണവും സാമൂഹ്യ സംരക്ഷണവും നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. ക്ലിയർ കൊളാപ്സ്ഡ് ബിൽഡിംഗ് ആൻഡ് ട്രീസ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. തകർന്ന കെട്ടിടങ്ങൾ, മരങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ വൃത്തിയാക്കുക. പ്രയോറിറ്റൈസ് ദ റീസ്റ്റോറേഷൻ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ സപ്ലൈ. ഗതാഗതം, വൈദ്യുതി, ജലവിതരണം എന്നിവ പുനഃസ്ഥാപിക്കുന്നതിന് മുൻഗണന നൽകുക. ടെലിഫോൺ ആൻഡ് ടെലിഗ്രാഫ് സർവീസസ് ആസ് സൂൺ ആസ് പോസിബിൾ. ടെലിഫോൺ, ടെലിഗ്രാഫ് സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക. മേക്ക് അറേഞ്ച്മെൻറ്റ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ ടു റീക്ലെയിം കണ്ടാമിനേറ്റഡ് വെൽസ്. മലിനമായ കിണറുകൾ വീണ്ടെടുക്കാൻ കഴിയുന്നത്ര വേഗത്തിൽ ക്രമീകരണങ്ങൾ ചെയ്യുക. പോൺസ് ഫോർ ആക്സസ് ടു ക്ലീൻ വാട്ടർ ആൻഡ് ഡിഗ് ന്യൂ വെൽസ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ. ശുദ്ധജല ലഭ്യതയ്ക്കായി കുളങ്ങൾ, കുടിവെള്ളത്തിനായി പുതിയ കിണറുകൾ കുഴിക്കുക. Make arrangement to bury or cremate the remains of disaster casualties and animal carcasses. ദുരന്തത്തിൽ മരിച്ചവരുടെയും മൃഗങ്ങളുടെയും ശവശരീരങ്ങളും അവശിഷ്ടങ്ങളും സംസ്കരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. മാനേജ് ആൻഡ് സിസ്റ്റമാറ്റിക്കലി യൂട്ടിലൈസ് ഡിസാസ്റ്റർ ഫണ്ട്സ് ആൻഡ് സപ്ലൈസ് ആസ് വെൽ ആസ് ക്യാഷ് ആൻഡ് സപ്ലൈസ് ഡൊണേറ്റഡ് ബൈ വെൽവിഷേഴ്സ്, സോഷ്യൽ ഓർഗനൈസേഷൻ ആൻഡ് NGOs.
അഭ്യുദയകാംക്ഷികളും സാമൂഹിക സംഘടനകളും NGOകളും സംഭാവന ചെയ്യുന്ന ദുരന്ത ഫണ്ടുകളും മറ്റും നിയന്ത്രിക്കുകയും വ്യവസ്ഥാപിതമായി ഉപയോഗിക്കുകയും ചെയ്യുക. സപ്പോർട്ട് ദ ലോക്കൽ പോപ്പുലേഷൻ ഫോർ ദ റിസംഷൻ ആൻഡ് റിക്കവറി ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ടു പ്രീവിയസ് കണ്ടീഷൻ. മുൻ വ്യവസ്ഥകളിലേക്ക് സാമ്പത്തിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനും പ്രാദേശിക ജനതയെ പിന്തുണയ്ക്കുക. ദുരന്ത നിവാരണത്തിനുൾപ്പെട്ട അടുത്ത പ്രവർത്തനമാണ് റിലീഫ് എയ്ഡ്, അതായത് ദുരിതാശ്വാസ സഹായം. Any provisions of assistance during an emergency that is meant to attend to a person's immediate requirements for survival or recovery. ഒരു വ്യക്തിയുടെ അതിജീവനത്തിനോ വീണ്ടെടുക്കലിനോ വേണ്ടിയുള്ള അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു അടിയന്തര ഘട്ടത്തിൽ സഹായത്തിനുള്ള ഏതെങ്കിലും വ്യവസ്ഥ. ഇൻക്ലൂഡ് ഫുഡ്, ക്ലോത്തിങ്, ഹൗസിംഗ്, മെഡിക്കൽ കെയർ, നെസസറി സോഷ്യൽ സർവീസസ് ആൻഡ് സെക്യൂരിറ്റി. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വൈദ്യസഹായം, ആവശ്യമായ സാമൂഹിക സേവനങ്ങൾ, സുരക്ഷ എന്നിവ ഉൾപ്പെടുന്നു. റിലീഫ് എയ്ഡ് മസ്റ്റ് ബി ടാർഗറ്റഡ് അറ്റ് ദ മോസ്റ്റ് വൾണറബിൾ ഫസ്റ്റ്. വൾണറബിൾ ചിൽഡ്രൻ ഓർ ഓർഫൻസ്, ഫീമെയിൽ ഓർ ചൈൽഡ് ഹെഡഡ് ഹൗസ്ഹോൾഡ്സ്, പ്രഗ്നൻ്റ് ഓർ ലാക്റ്റേറ്റിംഗ് വിമൻ, സിക്ക് ഓർ എൽഡർലി പോപ്പുലേഷൻ. ദുരിതാശ്വാസ സഹായം ആദ്യം ലക്ഷ്യമിടുന്നത് ഏറ്റവും ദുർബലരായവരെയാണ്. ദുർബലരായ കുട്ടികൾ അല്ലെങ്കിൽ അനാഥർ, സ്ത്രീകളോ കുട്ടികളോ നയിക്കുന്ന കുടുംബങ്ങൾ, ഗർഭിണികൾ അല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീകൾ, രോഗികളോ പ്രായമായവരോ ഒക്കെയാകാം. ഏഴാമത്തത് കോർഡിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഏകോപനവും ആശയവിനിമയവും. ദ കോർഡിനേഷൻ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് മീറ്റിംഗ്സ്. പ്ലാൻ ടു ഹോൾഡ് റെഗുലർ മീറ്റിംഗ്സ് വിത്ത് മൂവ്മെൻറ്റ് പാർട്ട്നേഴ്സ് ടു ഡിറ്റർമൈൻ ആക്ടിവിറ്റീസ് ആൻഡ് റോൾസ്. പ്രവർത്തനങ്ങളും റോളുകളും നിർണ്ണയിക്കാൻ പ്രധാന പങ്കാളികളുമായി പതിവായി മീറ്റിങ്ങുകൾ നടത്താൻ ആസൂത്രണം ചെയ്യുക. ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ്. ഇൻഫോർമേഷൻ ഷെയറിംഗ് ഓൺ ഡിസാസ്റ്റർ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ആൻഡ് ഇറ്റ് നീഡ് ത്രൂ ഇൻപുട്ട് ഇൻടു DIMS, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. ദുരന്താഘാതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കിടൽ, വിലയിരുത്തൽ, DIMSലേക്കുള്ള വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ഉൾപ്പെടുന്നു. കമ്മ്യൂണിക്കേഷൻ മീൻസ് പ്ലാൻസ് ഫോർ കണ്ടിന്യൂസ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ. തുടർച്ചയായ വിവരങ്ങൾക്കും ആശയവിനിമയ പ്രവാഹത്തിനുമുള്ള പദ്ധതി. മൂവ്മെൻറ്റ് കോർഡിനേഷൻ ഫ്രെയിംവർക്സ്. പ്ലാൻസ് ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഓപ്പറേഷണൽ കോർഡിനേഷൻ. തന്ത്രപരവും പ്രവർത്തനപരവുമായ ഏകോപനത്തിനുള്ള പദ്ധതി. പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്സ്. ഐഡൻറ്റിഫൈ എക്സിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്സ് ആൻഡ് ഡിറ്റർമൈൻ അഡീഷണൽ എഗ്രിമെൻറ്റ്സ് നീഡഡ് ടു മീറ്റ് നീഡ്സ്. നിലവിലുള്ള കരാറുകൾ തിരിച്ചറിയുകയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായ അധിക കരാറുകൾ നിർണ്ണയിക്കുകയും ചെയ്യുക. അടുത്തത് സൈക്കോ സോഷ്യൽ സപ്പോർട്ട്. ഇമ്പാക്റ്റ് ഓൺ സൈക്കോ സോഷ്യൽ വെൽബീയിങ് ക്യാൻ ബി ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം. മാനസിക സാമൂഹിക ക്ഷേമത്തിലെ ആഘാതം ഹ്രസ്വകാലവും ദീർഘകാലവുമായേക്കാം. ഹെൽപ്പ് ഇൻ ദ റിക്കവറി പ്രോസസ് ആൻഡ് റെഡ്യൂസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ്. മാനസികാരോഗ്യ സേവനങ്ങളിലൂടെ പ്രത്യേക പിന്തുണ ആവശ്യമുള്ള വ്യക്തികളെ തിരിച്ചറിയുന്നതും റെഫർ ചെയ്യുന്നതും പിന്തുണാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നു. പബ്ലിക് ഹെൽത്ത് സർവീസസ്, പൊതു ആരോഗ്യ സേവനങ്ങൾ. ദ പബ്ലിക് ഹെൽത്ത് സർവീസസ് റിക്വയർഡ് ഇൻ റെസ്പോണ്ടിങ് ടു ഡിസാസ്റ്റേഴ്സ് ഇൻക്ലൂഡ് മാസ് കാഷ്വാലിറ്റി മാനേജ്മെൻറ്റ്, മെൻ്റൽ ഹെൽത്ത്, എൻവയോൺമെൻ്റൽ ഹെൽത്ത്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, മാനേജിംഗ് ആൻഡ് കണ്ടിന്യൂവേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഹെൽത്ത് സർവീസസ്, മാനേജിംഗ് ആൻഡ് കണ്ടിന്യൂവേഷൻ ഓഫ് മെഡിക്കേഷൻ ഓൺ ക്രോണിക്കലി അഫക്റ്റഡ് ഡിസീസസ്, HIV, TB, ലെപ്രോസി എക്സെട്ര, മാനേജ്മെൻറ്റ് ഓഫ് ദ ഡെഡ് ആൻഡ് മിസ്സിംഗ്, എമർജൻസി ഫീഡിംഗ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് സർവൈലൻസ് ആൻഡ് റെസ്പോൺസ്, സാനിറ്റേഷൻ. ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.